പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അതും ഒരു കഥയാണല്ലോ. അതിനു മുമ്പ് ആ EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി RSS പറന്നിറങ്ങിയില്ലേ? അന്നത്തെ ജനസംഘത്തിൻ്റെ രാജ്യത്തിലെ ഏറ്റവും വലിയ നേതാവ് EMSനെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്ന് പ്രചരണം നടത്തിയില്ലേ? ജയിപ്പിക്കേണ്ടത് RSS നേതാവിനെയല്ല, കോൺഗ്രസ് നേതാവിനെയായിരുന്നു. അത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യപ്രകാരമല്ലേ വന്നത്? ഓർമ്മയില്ലേ ഇതൊക്കെ? എന്തെല്ലാം. അതിനാൽ ശേഷമല്ലേ കോലീബി സഖ്യം വന്നത്. കോലീബി സഖ്യത്തിൽ വടകരയിലും ബേപ്പൂരിലും കൃത്യമായ ധാരണയല്ലേ ഉണ്ടാക്കിയത്? ജയിപ്പിച്ചയക്കാമെന്നല്ലേ മറ്റെല്ലായിടവും പിന്തുണ നൽകുക. ഇവിടെ രണ്ടിടത്തും ജയിപ്പിച്ചു കൊടുക്കുക. അതായിരുന്നല്ലേ കരാറ്? ആ കരാറ് പൊതുവെ അംഗീകരിക്കപ്പെട്ടതല്ലേ? RSSൻ്റെയും അന്നത്തെ ജനസംഘത്തിൻ്റെയും ഒക്കെ നേതാവായിരുന്ന KG മാരാർ എഴുതി വച്ചില്ലേ കാര്യങ്ങൾ? എന്തെല്ലാം നടപടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. BJPക്കകത്ത് ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട്. ഒരു ഘട്ടത്തിൽ കേരളത്തിലെ UDFൻ്റെ മുഖ്യമന്ത്രിയോട് പരസ്യമായി ചോദിക്കുകയല്ലേ RSS നേതാവ്, ആ കസേരയിലിരിക്കുന്നത് 41 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നൽകിയ പിന്തുണയുടെ ഭാഗമാണ് എന്ന് ഓർമ്മ വേണം. മറന്നുപോയോ ബിരിയാണി ചെമ്പൊക്കെ? ബിരിയാണിയിലൂടെ സ്വർണം വന്ന കഥകൾ എന്തെല്ലാം വൃത്തികേടുകളായിരുന്നു പ്രചരിപ്പിച്ചത്. അങ്ങനെ അവിശുദ്ധമായി കൂട്ടുകൂടാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി മുൻകൂർ ജാമ്യമെടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം.